നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീൽ ഇപ്പോഴെന്താണെന്ന്, കറൻറ്റ് ഫീലിങ്സ് ആൻഡ് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നൽകുന്നത്. നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയുമാണ് ഇതിനകത്തേക്ക് കൂടുതലായിട്ട് കണക്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും നമ്മളുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റാത്തവരും സ്കിപ്പ് ചെയ്തു പൊക്കോളുക. കാരണം ഒരു ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം കണക്റ്റ് ചെയ്യുക. പോസിറ്റീവായിട്ട് മാത്രം എല്ലാത്തിനെക്കുറിച്ചും ചിന്തിക്കുക. അപ്പം നിങ്ങളിലേക്ക് വരുന്നതെല്ലാം പോസിറ്റീവായിരിക്കും കേട്ടോ. അതല്ലാതെ നെഗറ്റീവായിട്ടും കൺഫ്യൂഷൻ ചിന്തയോടുകൂടിയും ഒരിക്കലും അതായത് ഡിവൈൻ പരമാകുന്ന, അതായത് എനർജി പരമാകുന്ന ഒരു കാര്യവും നിങ്ങൾ കൺഫ്യൂഷൻ എനർജിയോട് കൂടി കണക്റ്റ് ചെയ്യരുത്. സ്ട്രോങ് എനർജിയോട് കൂടിയും പോസിറ്റീവാകുന്ന ആ ഒരു എനർജിയോട് കൂടി മാത്രം കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമുക്കിപ്പോൾ വന്നിരിക്കുന്ന അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി മാസക്കാരുടെ എനർജിയും മെയ് മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് നിൽപ്പുണ്ട് കേട്ടോ. ബാലൻസ് എല്ലാവർക്കും റെസനേറ്റ് ആവുക തന്നെയാണ് ചെയ്യുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ റീഡിങ്സിൽ കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു ടിൻ ഫ്ലെയിം ജേണിയാണ് കേട്ടോ. അതായത് വളരെ റിലാക്സ് മൈൻഡോടു കൂടിയും വളരെയധികം പോസിറ്റീവ് ചിന്താഗതികളും, അതായത് ഒരു ശത്രുതാഭാവമില്ലാത്ത വ്യക്തികളുടെ എനർജിയാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. രണ്ടു പേരുടെ ഒരു എനർജിയുടെ ആ ഒരു പവർ എന്ന് പറയുന്നത് നമുക്കൊരു വല്ലാത്തൊരു ഫീൽ അനുഭവിക്കാൻ പറ്റുന്ന സൈസ് ഒരു മൈൻഡ് ക്യാരക്ടറുള്ള വ്യക്തികൾ, അതായത് ഒരു എന്താ പറയുക, പകയില്ലാത്ത മനസ്സോടുകൂടി ജീവിക്കുന്ന വ്യക്തികളെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു റീഡിങ്സ്. അതായത് സഹനശക്തി, എത്ര വലിയ പ്രശ്നങ്ങളെയും വളരെയധികം ക്ഷമയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും, അതായത് ഒരു ചിരിയോടുകൂടി എത്ര വലിയ പെയിനെയും തള്ളിക്കളയുന്ന പേഴ്സണാലിറ്റിയോട് കൂടിയ വ്യക്തികളുടെ എനർജിയാണ് കേട്ടോ. നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രോങ് ഒരു ടിൻ ഫ്ലെയിം ജേണിയാണ് കേട്ടോ. ഒരേ സോളുകൾ, ഒരേ പവർഫുള്ളായ സോളുകൾ, അതിനകത്ത് ഏറ്റവും ആഴത്തിൽ നിൽക്കുന്ന എനർജി, അതായത് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് ഉള്ളത് ഫെമിനിയൻ എനർജിക്കാണ് കേട്ടോ. ഫെമിനിയൻ എനർജി എന്ന് പറഞ്ഞാൽ മസ്കുലൻ എനർജീനെ ഭ്രാന്തമായിട്ട് കണക്റ്റ് ചെയ്യുന്ന, ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഇമോഷൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല നിങ്ങൾക്കൊരു പൂർവ്വജന്മ കണക്ഷൻസ് അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി മുന്നോട്ടേക്ക് ഇനിയും പോകേണ്ടി വരുന്ന ചില എനർജികൾ കണക്റ്റഡ് ആകുന്ന വ്യക്തികൾ കൂടിയാണ്. ഇനിയും നിങ്ങളുടെ ലൈഫിൽ ഇനിയും ഉള്ള ജന്മങ്ങളിലും ചില എക്സ്പീരിയൻസുകൾ ഈ ഒരു വ്യക്തികളെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് കേട്ടോ. അത്രത്തോളം സ്ട്രോങ് എനർജീനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് റീഡിങ്സ് നോക്കാം. ഇപ്പോൾ അവരുടെ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന, അതായത് നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്ന, അതല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിലേക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യുന്നു. ശരിക്കും അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത വിധവും, അവർ ചെയ്യുന്ന ഒരു ജോലികളിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത വിധവും, 4 ദിശകളിൽ നിന്നും എന്ന് പറയുന്നത് പോലെ തന്നെ 4 ദിക്കുകളിൽ നിന്നും നിങ്ങളുടെ എനർജി അവർക്ക് പവർഫുള്ളായിട്ട് കണക്റ്റഡ് ആകപ്പെടുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരൊരു സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു പോകുന്നു. ചിലപ്പോൾ നിങ്ങളിൽ നിന്നും നോട്ട് കോണ്ടാക്റ്റ് എനർജിയിലേക്കോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്തു പോയൊരു പേഴ്സൻ്റെ എനർജി ആവാം ഇതിനകത്ത് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന. കാരണം നിങ്ങളിൽ നിന്നും നല്ലൊരു സെപ്പറേഷൻ പീരീഡ് ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ട് കാലങ്ങളായിട്ട്. ചിലപ്പോൾ ഈ വർഷങ്ങളുടെ ഒരു
കോണ്ടാക്റ്റ് ഇല്ലായ്മ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്താണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അവരെക്കുറിച്ചുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ അവരെ സ്നേഹിക്കുന്നുവോ അത്രയും ആഴത്തിൽ നിങ്ങളുടെ ആ ഒരു പവർ അവരിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു കാര്യങ്ങളിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ തന്നെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. സറണ്ടർ ചെയ്ത് നിൽക്കുകയാണ്, പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ്. അവരുടെ ഇമോഷൻസിനെയൊക്കെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് കൺട്രോളിങ് ചെയ്യാൻ ശ്രമിച്ചാലും അവരെ സംബന്ധിച്ചൊരു ട്രാപ്പ്ഡ് ഫീലാണ്. അതായത് പെട്ടുപോയി, അതായത് നിങ്ങളെന്ന് പറയുന്ന ഓർമ്മയിൽ നിന്നും അവരുടെ ആ ഒരു ഇമോഷൻസിനെ അവർക്ക് കൺട്രോളിങ് ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിലേക്ക് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ കടന്നു ചെല്ലുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇതിനകത്ത് പേരൻറ്റിങ് എനർജി, ഫാമിലി പരമാകുന്ന ചില കാര്യങ്ങളെല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ ഭാര്യ-ഭർതൃ ബന്ധം, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാവാം. അതുകൊണ്ട് തന്നെ ആവാം ഇതിനകത്ത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റികൾക്ക് കാരണം പേരൻറ്റിങ് എനർജി ആയിരിക്കാം. അതായത് പേരൻസിൻ്റെ കണക്ഷൻസ് ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അതും അവർ വളരെയധികം മാനസികമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വിവാഹം കഴിഞ്ഞവരുടെ എനർജി ഇതിനകത്ത് സ്ട്രോങ് ആണ്. അതുപോലെ വിവാഹം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നവരുടെ എനർജിയും സ്ട്രോങ് ആണ്. ഇതിനകത്ത് കാലവും നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, ഒരു ട്വിൻ ഫ്ലെയിം ജേണിയുടെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് കാലത്തിൻ്റെ, അതായത് ഡിവൈൻ്റെയും കൂടി ഒരു കൈ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തുള്ള നന്മ തിന്മകളാകുന്ന എനർജികളിൽ നിന്ന് തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണമായിരുന്നു ഈ ഒരു റിലേഷൻ. നിങ്ങൾ ശരിക്കും ഒരു പരീക്ഷണത്തിൽ പെട്ട സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ കടന്നു പോകി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഏറ്റവും പൂർണ്ണതയിലെത്തിയിട്ട് അവിടെ നിന്നും വീണ്ടും താഴേക്ക് പോരേണ്ടി വന്നു. അതായത് അത് സക്സസ് എനർജിയിൽ നിന്ന റിലേഷനുകൾ അതിൽ നിന്നും നേരെ താഴേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻസിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഏത് റിലേഷനെ ബേസ് ചെയ്തു, ഇനി എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ ആണെങ്കിലും ഈ ഒരു എനർജിയെ കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അതായത് ഒരു എന്താ പറയുക, ഒരു സക്സസ്സിലായിരുന്നു, അതായത് ഇതിനൊരു പൂർണ്ണത, ഒരു എൻഡിങ്ങിലേക്ക് എത്തിയ ഒരു റിലേഷൻ ആയിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. വളരെയധികം പ്രഷ്യസ് ആയിട്ടും വളരെയധികം ഫോക്കസ് ആയിട്ടും തന്നെയാണ് ഈ ഒരു റിലേഷൻ കടന്നുപോയത്. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്നു. നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്ക് വളരെ ശക്തമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവർക്കതൊരു ഹാപ്പിനെസ് ആണ് കേട്ടോ. അവർക്ക് പല കാര്യങ്ങളിലും നിങ്ങളെന്ന് പറയുന്ന ഈ ഒരു പേഴ്സണെ കുറിച്ചുള്ള ചിന്തകൾ കണക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു കാലം അവരെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, നിങ്ങളുടെ ക്യാരക്ടർ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചില ഇമോഷൻസിൻ്റെ ഫീലിങ്സ് ആയിരിക്കാം. അതെല്ലാം അവർക്ക് വളരെ പ്രഷ്യസ് ആയിട്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് അവർ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. കാരണം നിങ്ങളെ അവർക്കൊരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സിറ്റുവേഷൻസുകൾ, അതുപോലെ തന്നെ ഒരുപാട് വ്യക്തിബന്ധങ്ങളെല്ലാം കണക്റ്റഡ് ആയെങ്കിലും ഇതെല്ലാം അവർക്ക് ചുറ്റും ഉണ്ടായി ഇപ്പോഴും ഉണ്ടെങ്കിലും അവർക്കൊരു ഫീലിംഗ്, ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ആണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. മാത്രവുമല്ല നിങ്ങളൊരു പ്രഷ്യസ് ആണ് എന്നവർ അങ്ങ് ഉറപ്പിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസുമാണ് കേട്ടോ. എന്താണെങ്കിലും ഇതിനകത്ത് അവർ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ രീതിയിലൊക്കെ അവർ ആ ഒരു എലോൺ എനർജിയിലൊക്കെ അവർ ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നു. വളരെ സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ച്, ഇനി ഈ ഒരു റിലേഷനിലേക്ക് എന്തായിരിക്കും നെക്സ്റ്റ് വരാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് അവർ വളരെയധികം പോസിറ്റീവായിട്ട്
നമ്മൾ പറയില്ലേ വളരെയധികം സ്ട്രോങ് ആയിട്ട് ആഴത്തിൽ അവർ ചിന്തിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസാണ്. മാത്രമല്ല ഇവർ മറ്റാരോടൊക്കെയോ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിത അവസ്ഥകൾ, നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ്, നിങ്ങൾ ഹാപ്പിനെസ് ആണോ, ഹാപ്പി ആയിട്ടാണോ നിങ്ങൾ നിലനിൽക്കുന്നത്, ഇതെല്ലാം ഇവർ ആധികാരികമായിട്ട് അന്വേഷിച്ച് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. നിങ്ങളെക്കുറിച്ച് അവർ അറിയുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ അവരൊരു ബൗണ്ടറി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മുമ്പിൽ അവരെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ അറിയാതെ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് അറിയുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. കൂടാതെ തന്നെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. അവരെന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് ഈ ഒരു റിലേഷനിൽ എനിക്ക് മെയിനായിട്ട് പറയാൻ സാധിക്കുന്നത്, ശരിക്കും നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ചെയ്തിരുന്നെങ്കിൽ, തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങളിലേക്കും അതല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കലിൻ്റെ ഒരു കുറവ് ഇതിനകത്ത് വളരെ ശക്തമായിട്ടുണ്ട് കേട്ടോ. അതും അവരത് ചിന്തിക്കുന്നുണ്ട്. ശരിക്കും കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാതെ പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു ഈഗോ എനർജി രണ്ട് വ്യക്തികളിലും ഇവിടെ പ്രവർത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് അവർ കുറച്ച് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങളെ ഹൈഡ് ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ നല്ലൊരു ഹാർട്ട് ബ്രോക്കണും നമ്മുടെ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഉണ്ടായിട്ടുണ്ട്. അത് അവർക്കും ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജി സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫലമായിട്ട് അവർക്കൊരു കൺഫ്യൂഷൻ വന്നുപോയി. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കിടയിൽ ഒരു ഹൈഡിങ് എനർജി ഉണ്ടായിരുന്നു. എന്തൊക്കെയോ കാര്യങ്ങളെ ഒന്നെങ്കിൽ നിങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതല്ലെങ്കിൽ അവർ മറച്ചു വെച്ചത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആ മറച്ചു വെച്ച കാര്യത്തെക്കുറിച്ച് കൂടുതൽ ക്ലിയർ ചെയ്യാതെ നിങ്ങളും അവിടെ ഒരു ഹൈഡിങ് എനർജിയിൽ നിന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഇതൊരു ലോങ് കമ്മിറ്റ്മെൻറ്റുള്ള, അതായത് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് കേട്ടോ. ഈ ഒരു റിലേഷൻഷിപ്പിൽ സിംഗിളായിട്ടുള്ളവർ ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണ്, വെല്ലുവിളികളിലാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റിലേഷൻ മാര്യേജ് എനർജിയിൽ തന്നെ വരും. അവരെന്താണേലും കോള്, മെസ്സേജ്, അവരെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസ് ഹൈഡ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങളെ അവർ വാച്ചിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് അവർ അറിയുന്നുമുണ്ട്. അവരൊന്നെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ നിങ്ങളും അവരും തമ്മിലുള്ള സൗഹൃദ ബന്ധങ്ങൾ വഴിയോ അതല്ലെങ്കിൽ പേരൻസ് വഴിയോ തന്നെ നമുക്ക് ഈ ഒരു റിലേഷനെ കുറിച്ച്, നിങ്ങളുടെ സിറ്റുവേഷൻസിനെ കുറിച്ച് അവർ നല്ല ക്ലിയർ ആയിട്ട് അറിഞ്ഞ് തന്നെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു സത്യമെന്ന് പറയുന്നത് നിങ്ങൾക്കും അവർക്കും എന്തായാലും ഏറ്റവും നല്ലൊരു പാർട്ട്ണർ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ തന്നെയാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല കേട്ടോ. മറ്റേത് സിറ്റുവേഷൻസിലേക്ക് ആ ഒരു പേഴ്സൺ പോയാലും നിങ്ങൾ പോയാലും അത് സാറ്റിസ്ഫൈഡ് ആവുകയില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളും അവരും ഒറ്റയ്ക്ക് എലോൺ എനർജിയിൽ നിന്നാലും രണ്ടുപേർക്കും പോസിറ്റിവിറ്റി ഇല്ലാത്ത ചില സിറ്റുവേഷൻസുകൾ വെറുതെ ഒരു മുന്നോട്ടേക്ക് പോയി തീർക്കാം, ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടെത്തിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സാറ്റിസ്ഫൈഡ് ആകുന്ന, സന്തോഷം നിറഞ്ഞ, പോസിറ്റീവും സക്സസ്സുമായ ഒരു ലൈഫ് സിറ്റുവേഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടില്ല എന്നാണ് കാണുന്നത്. എന്താണെങ്കിലും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഒരു മാനേജിങ് പവർ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഫെമിനിയൻ എനർജിയെ സംബന്ധിച്ച് ഇച്ചിരി ഓവർ കൺട്രോളിങ് എനർജി ഉണ്ടായിരുന്നു. അതൊരു പൊസസീവ്നെസ് ആയിരിക്കാം, ഒരു നമുക്ക് നമ്മുടേതായിരിക്കണമെന്നുള്ള ഒരു തോന്നലിൻ്റെ പുറത്ത് കാണിച്ച ചില എനർജികളായിരിക്കാം ഒരു ഓവർ കൺട്രോളിങ് ചെയ്തു എന്നുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് മദർ എനർജിക്ക് വളരെ ഇമ്പോർട്ടൻറ്റിങ് ലഭിക്കുന്ന ഒരു റിലേഷൻ്റെ എനർജി ആയിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും അവരുടെ മദർ എനർജിയോട് വളരെയധികം കടപ്പാട് അതല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതും ഇതിനകത്ത് കുറച്ച് നെഗറ്റീവ് ആകുന്ന അല്ലെങ്കിൽ ഒരു നിരാശ, ഇമോഷൻസിനെ ഹൈഡ് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിലൊരു മൂൺ എനർജിയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. സെപ്പറേഷൻ പീരീഡിലേക്ക് പോകാനാണെങ്കിലും വിരക്തി എനർജി ഉണ്ടായതും അതുപോലെ ഈ ഒരു റിലേഷനെ ഒരുമിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം ഒരു തടസ്സം നിന്നത് മൂൺ എനർജിയുടെ സിറ്റുവേഷൻസ് തന്നെയാണ്. അതായത് ക്ലിയറൻസ് ഇല്ലായ്മ, രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഴത്തിൽ മനസ്സിലാക്കിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നത്. ശരിക്കും
അവരൊരു നിരാശയിലാണ് കേട്ടോ. അവർക്കടെ മുമ്പിൽ എത്ര കാര്യങ്ങൾ എന്തെല്ലാം വന്നാലും അവർക്ക് പ്രഷ്യസ് നിങ്ങൾ തന്നെയാണ് എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. കാരണം അവർക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അവരേതെല്ലാം സിറ്റുവേഷൻസിൽ പോയാലും അവിടെ ഒന്നും അവർക്ക് സക്സസ് ഉണ്ടാവില്ല. അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയത് നിങ്ങൾ തന്നെയാണെന്നും അത് നഷ്ടം, അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ നഷ്ടത്തിൻ്റെ ആ ഒരു ആഴം ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ലേ എന്നുള്ള ഭയം പോലും അവരിൽ വളരെ അധികം ആഴത്തിൽ കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത്. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ കുറേ ആളുകളെ സംബന്ധിച്ചൊരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ചിലരൊക്കെ ഒരു എബ്രോഡ് എനർജിയിൽ നിൽക്കുന്നവരായിരിക്കും. ലോങ് ഡിസ്റ്റൻസ് എനർജി, ഒരു കാത്തിരിപ്പ് ഇതിനകത്ത് വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട്. ഒരു വേദന നിറഞ്ഞൊരു കാത്തിരിപ്പിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളിൽ ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു. മറ്റൊരു വ്യക്തി സ്ട്രോങ് ആയൊരു റിലാക്സിങ് എനർജിയിൽ, അതായത് തീർച്ചയായിട്ടും കണക്റ്റഡ് ആകും, വന്ന് ചേരും, എനിക്ക് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പോടുകൂടി ഫോക്കസ് ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. എന്താണെങ്കിലും രണ്ടുപേരുടെ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുമ്പം വളരെയധികം പൂർണ്ണതയും സന്തോഷവും അതുപോലെ തന്നെ ഒരു സഹനശക്തിയും ഒക്കെ ഉള്ള എനർജികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് കേട്ടോ. ചില സ്ഥലങ്ങളിലെല്ലാം വിട്ടുവീഴ്ചകൾക്ക് നിങ്ങൾ തയ്യാറാവുന്ന പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും. അതുപോലെ തന്നെയുള്ളൊരു ഒരു പേഴ്സണാണ് ക്ഷമയോടെ വെയിറ്റിംഗ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയൊക്കെ ഉണ്ട്. എന്താണേലും അവരുടെ മുമ്പിൽ അവർ ആക്ഷൻ എടുക്കുമെന്ന് തന്നെ ഉറച്ചാണ് നിൽക്കുന്നത് കേട്ടോ. എത്രത്തോളം ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായാലും, എത്രത്തോളം നിങ്ങൾ തമ്മിൽ അകന്നു പോയാലും അവസാനം നിങ്ങൾക്ക് തമ്മിൽ ഒരു കൂടിച്ചേരലുണ്ട്, ഒരു ആക്ഷൻ എടുക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. അതുകൂടാതെ തന്നെ ഒരു കർമ്മ എനർജി കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു പോകുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില സമയങ്ങളിൽ പൂർണ്ണമായിട്ടും ഒരു ഡൗൺ ആയി പോകുന്ന, എല്ലാം അവസാനിച്ചു എന്നുള്ളൊരു തോന്നലോടുകൂടി വീണു പോകുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. അതായത് വളരെയധികം പെയിൻഫുള്ളായിട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത് തിരിച്ച് എല്ലാം ഓക്കെ ആവുമെന്ന് ചിന്തിച്ച് തിരിച്ച് കണക്റ്റ് ചെയ്തു വരുന്ന സിറ്റുവേഷൻസും ഇതിനകത്തുണ്ട്. അതെല്ലാം ഒരു കർമ്മ എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ കുറച്ച് കർമ്മകളെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ്. അതുപോലെ തന്നെ അവർ ശരിക്കും മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ആ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ അവർ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ചില വ്യക്തികളെ സംബന്ധിച്ച് ഫുൾ ബ്ലോക്കാണ്, എല്ലാ മാർഗവും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു കാരണം, അപ്പം നമ്മൾ ചോദിക്കും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് എന്തിനാണ് ചിന്തിക്കുന്നതെന്ന്. ആ ഒരു ബ്ലോക്ക് എനർജി എന്ന് പറയുന്നത് ഒരു ഈഗോയുടെ പുറത്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ. അതായത് ഒരു പ്രൊട്ടക്ഷൻ എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്കിടയിലും മറ്റ് ഒന്ന് രണ്ട് വ്യക്തികളുടെ ഒരു കുത്തിത്തിരിപ്പ് ശരിക്കും ശക്തമായിട്ട് കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു ബ്ലോക്കിംഗ് എനർജി വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ശക്തമാവുന്ന ഒരു ഈഗോ എനർജിയും ഇതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് എനർജി അങ്ങനെ നിന്ന് പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ബ്ലോക്കേജ് കാണുന്നത്. എന്താണേലും ഇമോഷണലി അവർ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ആ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആകുന്നു അത്രത്തോളം ആഴത്തിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്കും കണക്റ്റഡ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു ട്രാപ്പഡ് എനർജിയിലാണ് എന്നുള്ളത് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അവരുടെ ചിന്തകൾ കൊണ്ട് അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാകാം. ജീവിതത്തെ മുന്നോട്ടേക്ക് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവർക്കറിയില്ല എന്നുള്ളതും ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇവരൊരു ഇരയാക്കപ്പെട്ടതുപോലെ സെൽഫായിട്ട് തന്നെ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ട്. ഒരു നല്ല സമയം വരും. അവരുടെ ഒരു ബ്ലൈൻഡായി നിൽക്കുന്ന എനർജി, ഒന്നിനെയും കുറിച്ചും ഒരു ക്ലിയറൻസ് ഇല്ലാത്തൊരു എനർജി മാറി തീർച്ചയായിട്ടും അവർക്കെല്ലാം മാറ്റവും വരുമെന്ന് അവർക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അവരൊറ്റപ്പെട്ടും പെയിൻ അനുഭവിച്ചുമാണ് ലൈഫിലൂടെ കടന്നു പോകുന്നത്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒന്നുമില്ല, ഫ്യൂച്ചർ എന്ന് പറയാൻ ഒന്നുമില്ല എന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് അവർക്ക് പറയണമെന്നുണ്ട്. മാത്രവുമല്ല ഇവരുടെ ജീവിതത്തിൽ എന്തോ ഒരു പാസ്റ്റ് ലൈഫിൽ എന്തോ ഒരു പ്രോബ്ലംസുകൾ അവരിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും വ്യക്തിയുമായിട്ടുണ്ടായ ഒരു ഇമോഷണൽ ബ്ലോക്കേജ് ആവാം. എവിടെയോ ഇവരെ നിങ്ങൾക്ക് മുൻപേ ഏതോ രീതിയിൽ അവരുടെ ഉള്ളിൽ വലിയൊരു മുറിവ് ഏറ്റപ്പെട്ടിട്ടുണ്ട്. ഒരു ഫെമിനിയൻ എനർജിയിൽ നിന്ന് തന്നെ അവർക്ക് ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. അത് അവരുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ട്രാപ്പ് എനർജിയിലാക്കിയും കളഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർക്ക് ഒരു ഹൈഡിങ് എനർജി ഉള്ളതും നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കും
ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് അവർക്കൊരു ക്ലിയറൻസ് ഇല്ല, ഒരു മിഥ്യ എനർജി. അവരെപ്പോഴും ചെയ്യുന്നതെല്ലാം അബദ്ധമായി പോകുന്നു. നിങ്ങളെ അവർ വളരെയധികം ഹോൾഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ലൈഫിൽ അവർക്കൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല. ഒരു കാര്യങ്ങളും തീരുമാനമെടുക്കാൻ അവരെ തന്നെയല്ല, അവരുടെ നിഴലിനെ പോലും അവർക്കിപ്പോൾ വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലൂടെയും അതുപോലെ തന്നെ അവർക്കൊരു ഫ്യൂച്ചറിലേക്ക് ഒന്നും കാണാൻ സാധിക്കുന്നില്ല എത്ത ഒരവസ്ഥയിലൂടെയുമാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ വളരെ പ്രഷ്യസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു ഇച്ചിരി ഡിലേ ആയാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ കുറച്ച് ഡിലേ വന്നാൽ പോലും ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങൾക്ക് നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അവർ വളരെയധികം നിരാശയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവരെന്തോ ഒരു പാസ്റ്റ് കാര്യത്തിൽ വളരെയധികം വേദനയോട് കൂടി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് പോലും അവരെ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധമുള്ളൊരു പെയിൻ എനർജി ഉണ്ട്. അതെനിക്ക് തോന്നുന്നു പാസ്റ്റിൽ നിന്നും അവർക്ക് ലഭിച്ച എന്തോ ഒരു ട്രാജഡിയാണ് കേട്ടോ. ഒരിക്കലും അവർക്ക് അതിൽ നിന്ന് ഹീലാവാൻ പറ്റാതെ പോകുന്നതും അവർക്ക് ചില സമയങ്ങളിൽ അവരെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് എന്നതും അവരൊരു ഒറ്റപ്പെടൽ ആഗ്രഹിക്കുന്നെന്നും അവരൊരു ചീറ്റിംഗ് എനർജി അനുഭവിക്കുന്നു, ഒരു പെയിൻ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ അവർക്ക് തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്ന ഒരു എനർജി കൂടി ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. അവർ നിങ്ങളോട് ചെയ്ത തെറ്റിന് അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ച നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിന് അവർ 100% നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഒരവസരം, ഒരു പോസിറ്റീവ് ആകുന്ന ഒരു അവസരം അവർ ക്ലിയർ ആയി കഴിഞ്ഞിട്ട് ലഭിച്ചാൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യും എന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ എബ്രോഡ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു വരവിന് വേണ്ടി കാത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഒരു മെച്യൂരിറ്റിയിലേക്ക്, അതായത് ഒരു പക്വതയാകുന്ന ഒരു എനർജിയിലേക്ക് മാറാൻ അവർ ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പോസിറ്റീവായിട്ട് തന്നെയാണ് അവർ കാര്യങ്ങളെ കാണുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവർക്ക് അവരുടേതായ ഒരു സമയത്തിന് വേണ്ടിയിട്ട്, ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.